Good afternoon. Welcome to the lecture 3 of the class 12 physics series for HSC, CBSE and ISC. Lecture 3, current electricity. In which we see, in this lecture we see electrical work and power, the unit of electric power, the temperature dependence of resistance, and temperature coefficient of resistance. This is the third lecture in this series. Myself is K. Solomon. Let us start our lecture. The first topic is VI characteristics of linear and non-linear resistors. VI means voltage current characteristics or volt-ampere characteristics of linear resistor and non-linear resistor. So before seeing the volt-ampere characteristics, VI characteristics, let us study what is linear resistor and what is non-linear resistor. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് റെസിസ്റ്റേഴ്സിൻ്റെ വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. അതിനാദ്യമേ ഈ ലീനിയർ റെസിസ്റ്റർ എന്താണ്, നോൺ ലീനിയർ റെസിസ്റ്റർ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് ലീനിയർ റെസിസ്റ്റർ? A linear resistor is one whose value remains constant. That is, it does not depend on applied voltage. The VI characteristics of such a resistor is a straight line similar to one shown in the figure. Obviously, V and I are directly proportional. Linear resistor വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ്. നമ്മൾ എക്സ് ആക്സിൽ വോൾട്ടേജ് എടുക്കും, വൈ ആക്സിൽ കറണ്ട് എടുക്കും. ഇവിടെ ലീനിയർ റെസിസ്റ്ററിന് വി ഐ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. റെസിസ്റ്ററിനകത്തൊരു കറണ്ട് പാസ് ചെയ്യുക, ആ റെസിസ്റ്ററിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിലുള്ള പി ഡി വി ആണെങ്കിൽ വിയും ഐയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്, വി ഐ ഗ്രാഫ്. ഇപ്പോൾ ലീനിയർ റെസിസ്റ്ററിന് ആർ കോൺസ്റ്റൻ്റ് ആണ്. ലീനിയർ റെസിസ്റ്ററിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി പറയുന്നത്. യൂസ് ദ ഗ്രാഫ്. ദിസ് ഈസ് ദി വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലീനിയർ റെസിസ്റ്റർ, എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ആ റെഡ് ലൈനാണ് ഇവിടെ ഗ്രാഫായിട്ട് കാണിച്ചിരിക്കുന്നത്. ഒരു വെർട്ടിക്കൽ ലൈൻസ് കാണിച്ചിരിക്കുന്നത് ഓരോ കേസിലുമുള്ള കറണ്ട് വോൾട്ടേജുകളാണ്. അപ്പോൾ ഈ കർവിൽ നമ്മളിവിടെ വോൾട്ട്സ് ആണ് എക്സ് ആക്സ് എടുത്തിരിക്കുന്നത്, കറണ്ട് ആണ് വൈ ആക്സ് എടുത്തിരിക്കുന്നത്. വോൾട്ടേജ് കൂടുന്നതോറും കറണ്ട് പ്രൊപ്പോർഷണലായിട്ട് കൂടും. ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലീനിയർ റെസിസ്റ്റർ ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് ഈസ് ഡ്രോൺ by taking voltage on the x-axis and current on the y-axis. The graph is a straight line as shown in the diagram. ഇപ്പോൾ ലീനിയർ റെസിസ്റ്ററിന് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, വി ഐ കർവ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ റെഡ് ലൈനാണ് ഗ്രാഫ് ശരിക്കും. ഇനി എന്താണ് നോൺ ലീനിയർ റെസിസ്റ്റർ? Non-linear resistor, it is that resistor in which V and I are not directly proportional to each other. If applied voltage is doubled, the resultant current is not exactly double of its previous value. Such a resistor has non-linear V characteristics. But VI relation, V proportional I ആണെങ്കിൽ ഇവിടെ VI relation R എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് അല്ല, ആറ് മാറിക്കൊണ്ടിരിക്കും. വോൾട്ടേജ് കൂടിയാൽ കറണ്ട് മാറുമ്പോൾ വി ഐ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കത്തില്ല.
അങ്ങനെ നിൽക്കാത്ത ഒരു റെസിസ്റ്ററിനെ നമ്മൾ നോൺ ലീനിയർ റെസിസ്റ്റർ എന്ന് പറയും. അപ്പം ഇത്തരം കേസിൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, മറിച്ച് ഒരു കർവാണ്, ഒരു കർവ് ആകൃതി നമുക്ക് കിട്ടുന്നത്. ഫോർ എ നോൺ ലീനിയർ റെസിസ്റ്റർ R is not a constant, it varies. So the VI curve is not a VI graph is not a straight line. It is a curve like, it has a curve like appearance, and that is the difference between linear and non-linear resistors are the graphs. For linear resistor, VI characteristics is a straight line, and for non-linear resistor, it is not a straight line. Next topic coming in this lecture is electrical work and power. Work and power you have studied in your class 11 dynamics. Work is same as energy, and power, work by time, that is called power. Work W, you know, it is F into S, force to distance, and it is also equal to the change in K. Work done is equal to change in kinetic energy. That is called work energy theorem. Work is measured in joule and power is measured in watt. Watt is joules per second. And that topic, work and power, when applied to current, electric current, what is the relation? That is we are going to see now. Electrical work and electrical power, the units are joule and watt. The unit of work is joule and that power is watt. Watt is equal to joule per second. We can see what is electrical work. Work and power. Work and energy are the same thing, but the power is differently because it is a power is different. It is the rate of doing work. It is the rate of doing work. Rate means something done in 1 second. Suppose a battery V volts drives a current I amperes through a wire for T seconds. Then total work done by the battery to maintain the current, work done, is equal to V80 joules. Work done is equal to V80 joules. And this is actually the Joule's law of electrical heating. Joule's law of electrical heating. The work done by a current in a resistor is given by WD, work, V80 joule, where V is the PD applied, I is the current in ampere, and T is the time for which the current flows through the resistor. And this is the work done, electrical work done, V80. And we replace this relation using Ohm's law. If we put V is equal to Ri in the place of V, then we get work done is I squared RT joules. Again we replace I by V by R. Then 1 R cancels and we get a work done WD is equal to V square T by R. V square T by R. That is the relation. If we put Vi as W, then we get WT joules. In that manner also we can write. So you study the first 3 relations, that is work done, V80 joules equal I square RT joules and equal to V square T by R joules. To get one equation from the other, we have to apply the Ohm's law, that is V is equal to Ri. വർക്കിന് ഇലക്ട്രിക്കൽ വർക്കിന് 3 വ്യത്യസ്തമായ ഇക്വേഷൻ ഉണ്ട്. ഒരു വയറിനകത്ത് കൂടി, റെസിസ്റ്ററിനകത്ത് കൂടി കറണ്ട് I പാസ് ചെയ്താൽ T സെക്കൻഡ് നേരം അവിടെ വോൾട്ടേജ് V ആണെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി, വർക്ക്, അതിനെയാണ് V80 എന്ന് പറയുന്നത്. അത് I സ്ക്വയർ RT എന്ന് എഴുതാം, അല്ലെങ്കിൽ V സ്ക്വയർ T by R എന്ന് എഴുതാം. ഇതിലെ ഈ VIA ഫസ്റ്റ് റിലേഷൻ, VIA നമ്മൾ W എന്ന് വിളിച്ചാൽ
ആ ഫസ്റ്റ് റിലേഷൻ WD ഈസ് ഈക്വൽ ടു WT ജൂൾസ് എന്നുകൂടി വായിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ വർക്ക്. നൗ വി ക്യാൻ സീ വാട്ട് ഈസ് പവർ. Power, electric power or electrical power. The electric power required to maintain this current is P is equal to WD, the work done by time. T cancels, we get a VI watts. The unit of electrical power is VI watts. So P is equal to VI watts. 1 watt is joule per second. And it is repeated in the next slide also. Electrical power is written B squared by R or I squared R or VI. And you know there are bigger units for electrical power. That is 7 kilowatt. 1 kilowatt is 1000 watt. Is equal to 10 to 3 watt. 1 megawatt. That is 10 raised to 6 watt. And here is a small problem. And it is very easy to comprehend it. A 100 ohm resistor is required to be used in an electrical circuit carrying a current of 0.15 ampere. What should be the power rating of the resistor? ഒരു റെസിസ്റ്ററിനകത്തുകൂടി നമ്മൾ 0.15 ആംപിയർ കറണ്ട് കടത്തിവിടുകയാണ്. റെസിസ്റ്റൻസ് 100 ഓം ആണ്. എന്താണ് പവർ? ആ റെസിസ്റ്ററിൻ്റെ പവർ റേറ്റിംഗ് എത്ര പവർ അതിന് താങ്ങാൻ പറ്റും? അതിൻ്റെ മാക്സിമം പവർ റേറ്റിംഗ് എത്രയാണ് എന്നാണ് ചോദ്യം. അതിന് P is equal to I squared R. പല റിലേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഒരു റിലേഷൻ P is I squared R. I is 0.15. 0.15 square into 100 is equal to 2.25 watt. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പവർ 2.25 വാട്ട് എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ, ഓർ വി ക്യാൻ സേ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു വയർ റെസിസ്റ്റൻസ് അതിൻ്റെ മെറ്റീരിയലിനെയും അതുപോലെ ടെമ്പറേച്ചറിനെയും ആശ്രയിക്കുമെന്ന് പറഞ്ഞു. ആ കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ്. വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ, ഓർ വി ക്യാൻ സേ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ്. അത് നമ്മൾ ഒരു സെൻറ്റൻസിലൂടെ കാണിച്ചിരിക്കുകയാണ്. ഇൻ മെനി മെറ്റൽസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു റിലേഷൻ R is equal to R0 into 1 plus alpha T. R can be also written as RT. R or RT equal to R0 into 1 plus alpha T, where T is the temperature in degree Celsius. Spelling correction, CLSIUS, Celsius, and is proportional to and alpha is a temperature coefficient of resistance. R0 is the resistance at 0 degree Celsius, R is that at T degree Celsius, and alpha is called temperature coefficient of resistance. അപ്പോൾ ഒരു മെറ്റലിനകത്ത് ടെമ്പറേച്ചർ കൂടിയാൽ എങ്ങനെ റെസിസ്റ്റൻസ് വേരി ചെയ്യും അത് കാണുന്ന ഒരു ഇക്വേഷനാണ് R is equal to R0 into 1 plus alpha T. R0 ഒരു വയറിൻ്റെ 0 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് ആണ്. R T ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് ആണ്. ആൽഫ വിളിക്കുന്ന പേരാണ്, ഒരു കോൺസ്റ്റന്റ് അതിനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ഈ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ഡിഗ്രി കയ്യിലിട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഡിഗ്രി K ആണെങ്കിൽ നമ്മളതിനെ സെൽഷ്യസ് ആക്കണം. ഇനി റെസിസ്റ്റൻസ് മാത്രമല്ല, റെസിസ്റ്റിവിറ്റിക്കും ഈ റിലേഷൻ ബാധകമാണ്. ഇപ്പോൾ ആരെങ്കിലും എഴുതുകയാണ് റോ ρ0 ഇനി 1 plus alpha T എന്നെഴുതിയാലും ശരിയാണ്. റെസിസ്റ്റൻസിൻ്റെ അതേ വേരിയേഷൻ പോലെ തന്നെയാണ് ഒരു മെറ്റലിൻ്റെ റെസിസ്റ്റിവിറ്റിയും വേരി ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ആറിനെ നമ്മൾ റോ കൊണ്ട് റിപ്ലേസ് ചെയ്താൽ ρ ρ0 into 1 plus alpha T എന്ന് എഴുതാം. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ആരെങ്കിലും ഇത് അബ്സല്യൂട്ടിൽ കെൽവിൻ അളക്കുകയാണെങ്കിൽ, ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് മെഷർഡ് ഇൻ കെൽവിൻ ഓർ ഡിഗ്രി അബ്സല്യൂട്ട്,
Then the same relation we can write for resistivity in the form rho is equal to rho 0 into 1 plus alpha into T minus T0, where T is the Kelvin temperature equivalent to small T degree Celsius. T is the Kelvin temperature equivalent to small T degree Celsius in the first formula. And T0 is the initial temperature, or it is the resistance at 0 degree Celsius, or T0 is the temperature equivalent to 0 degree Celsius. T is the temperature equivalent to T degree Celsius. So in absolute scale, temperature we write as T minus T0. Small t is equal to T minus T0, where capital T is the temperature in degree Celsius. And T0 is the room temperature, 0 degree Celsius. And this relation, T minus T0, we can write as delta T. Delta T is the temperature difference. The temperature difference in Kelvin and Celsius are equal. If we take the temperature difference in Celsius, it is equal to temperature difference in Kelvin. So the above relation can be written as alpha is equal to delta rho, that is the difference of resistivity, rho minus rho 0, delta rho by rho 0 in delta T. In this relation, rho 0 is the resistivity at 0 degree Celsius, delta rho is the change in resistivity, and delta T equal to capital T minus T0. So three relations we have seen. The first relation for R, the second relation for resistivity, both are same. One is for resistance, other is for resistivity. But when we write resistivity, the temperature is expressed in Kelvin. And this second relation we can replace in the form, rearranging alpha is delta rho by rho 0 into delta T. Because if we remove the bracket, we get a rho is rho 0 plus rho 0 alpha T minus T0. Take rho 0 to the left side and keep it as delta rho, then alpha equal to delta rho minus rho 0 into delta T, where delta T is T minus T0. I think it is clear. From the first relation, we define the term temperature coefficient of resistance. From the first relation, we write alpha is equal to RT minus R0 into R0 into T. Thus, the temperature coefficient of resistance can be defined as the ratio of increase in resistance to the original resistance of the wire at 0 degree Celsius for 1 degree C raised to temperature. Alpha is equal to R minus R0 by R0 into T. That is, definition is alpha is the ratio of increase in resistance of a wire to its original resistance at 0 degree Celsius for 1 degree C rise of temperature. And this relation for alpha contains R0, the resistance at 0 degree Celsius. If R0 is not available, then we can express alpha in another form as given below. That is, at T1 degree Celsius, the relation can be written as R1 is R0 in 1 plus alpha T1. At T2 degree Celsius, R2 is R0 in 1 plus alpha T2. We have to find alpha in terms of R1 and R2. For that, we divide equation 1 by 2. You mark as 1 and 2. Equation 1 by 2, that is R1 by R2 is equal to 1 plus alpha T1 by 1 plus alpha T2. Cross multiplying and rearranging. We get alpha is equal to R1 minus R2 by R1 T2 minus R2 T1. ഇപ്പോൾ ആൽഫ വിളിക്കുന്ന ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, അതിൻ്റെ ഡെഫിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ആൽഫയ്ക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ആൽഫ ഈസ് ഈക്വൽ ടു R minus R0 by R0 into T.
ഇതിനകത്ത് R0 ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. R0 0°C റെസിസ്റ്റൻസ് ആണ്. R T°C റെസിസ്റ്റൻസ് ആണ്. അതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ എഴുതുന്നതാണ് ρ is equal to R2 minus R1 by R1 T2 minus R2 T1. R1 is the resistance at T1°C and R2 is the resistance at T2°C, and this relation does not contain R0. So two relations for alpha that you study. And that is all with our third lecture on current electricity chapter in class 12 physics. Thank you very much.